എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോയ ഇദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഭിനന്ദിക്കണം. നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരുപാട് മോഡലുകളൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ഗംഭീര ഒരു വർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് വെറുതെ ആ ദുരിതം പിടിച്ച ആൾക്കാര് തോണിയിലാണോ പോണേ, ഇനിയിപ്പോ മീൻകാർ കൊണ്ടുവരുന്ന വള്ളത്തിലാണോ പോണേ, അവർക്ക് കഞ്ഞിയുണ്ടോ, മരുന്നുണ്ടോ, അവരൊക്കെ നേരം പോലെ കിടന്നുറങ്ങുന്നുണ്ടോ, പുതയ്ക്കാൻ പുതപ്പുണ്ടോ, അവരെ ചട്ടിയും പാത്രമൊക്കെ തകർന്നോ, ഇതൊന്നും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ലെന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ 2018 എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രളയത്തിന്റെ ഭാഗമായിട്ട് എന്തിനായിരുന്നു, ഞാൻ കാര്യം ചോദിക്കുക, എന്തിനായിരുന്നു ആ പ്രളയത്തിൽപ്പെട്ട ആളുകളെ മുഴുവൻ സംരക്ഷിക്കാനും ക്യാമ്പുകൾ തുടങ്ങാനും അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ തുടങ്ങാനും ദുരിതാശ്വാസ ക്യാമ്പിൽ എവിടൊക്കെ ക്യാമ്പുണ്ടോ അവിടൊക്കെ പോയിട്ട് സന്ദർശിക്കുക? നിങ്ങളെല്ലാവർക്കും ഓക്കെ അല്ലേ? ഭക്ഷണം മരുന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഇല്ലേ, നിങ്ങൾക്ക് വല്ല പരാതികളുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുക. എന്ത് കാര്യമുണ്ട്? വല്ല കാര്യമുണ്ടോ? ഭംഗിയായിട്ട് തോറ്റുപോയില്ലേ? ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്നതാണ്. പല ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ നെഗറ്റീവ് പറഞ്ഞു പിണറായി വിജയൻ എന്നൊക്കെ തോന്നലുണ്ടാവും. ഞാൻ ഉള്ള കാര്യം പറയുന്നത്. എന്താ കാര്യം ഉണ്ടായേ? ഒരു തേങ്ങ ഉണ്ടായില്ല. അപ്പൊ ആ സമയം കൊണ്ട് ഇങ്ങനെ ഉദ്ഘാടനത്തിനും മറ്റൊക്കെ പോവുക, നമുക്ക് നമ്മുടെ കാര്യം. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാലും ആളുകൾ കുറ്റം പറയും. ആളുകൾ കുറ്റം പറയണ്ടോ? നോക്കിയേ, ഇങ്ങനെയൊക്കെ കുറ്റം പറയും. ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല. വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കുക. ഈ ഒരു ഗുളിയെ കേട്ടാണ് നേരം നിന്നത്. ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഇത് എന്തോനായി ഗവൺമെന്റ്? ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങള് കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയത് വിജയൻ. അവസാനത്തെ വേണ്ട, നിങ്ങൾ ഈ ഒരു വീഡിയോസുകളൊക്കെ ഇട്ടിരിക്കുന്നത് പിണറായി വിജയനെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് മാത്രമെന്നൊക്കെ അറിയാം. അപ്പൊ അതിനിടയ്ക്ക് VK സനോജ് എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് ഇങ്ങനത്തെ പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നു. എന്ത് കാര്യമുണ്ട്? വിരുന്നും സ്വർണ്ണക്കട ഉദ്ഘാടനവും പ്രയോറിറ്റി ആയ മുഖ്യമന്ത്രിയിലേക്ക് നമ്മളെത്തി. ദുരന്ത രാഷ്ട്രീയം ചോദിക്കില്ല, പക്ഷെ ചരിത്രം അത് ചോദിക്കാതെ പോകില്ല. ഏത് ചരിത്രം? എന്തോന്ന് ചരിത്രം? ചരിത്രം ഇതൊന്നും ചോദിക്കാതെ പോകില്ലെന്ന്. അടുത്ത ബുധനാഴ്ച എന്തായാലും ബ്രീഫിംഗ് ഉണ്ടായിരിക്കും, മാധ്യമപ്രവർത്തകർ കാണും. ഈ ചോദ്യം ചിലപ്പോൾ ചോദിക്കില്ല. ഇന്നലെ ബിരിയാണി തിന്നാൻ പോയ ആ ഒരു വിഷയത്തെക്കുറിച്ച് വല്ല ചാനലിൽ നിങ്ങൾ ചർച്ച കണ്ടോ? ഇന്ന് സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്, വല്ല ചാനലിൽ നിങ്ങൾ അതിന്റെ ചർച്ച കണ്ടോ? അതിന് പകരം നീലക്കുയിലും മഞ്ഞക്കുയിലും ചുവന്ന കുയിലും എല്ലാവരും കൂടിയിട്ട് അദ്ദേഹം എവിടെ പോയി നിൽക്കുന്നു, അതാ പൊണ്ണി ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, സ്വർണ്ണക്കട റിബൺ മുറിക്കുന്നു. ഇതല്ലാതെ നിങ്ങൾക്ക് എന്താ ഉള്ളത്? അതിൻ്റെ അടിയത്തെ കമന്റുകളൊക്കെ നോക്കി നോക്കി. ഇതന്നെ ഞാൻ ചുമ്മാ നോക്കിക്കട്ടെ, എന്താണ് ഇപ്പൊ ആ ഒരു മോഡൽസിനൊപ്പം നിൽക്കുന്നൊരു ഫോട്ടോ അല്ലേ? ഓക്കെ, എല്ലാ അതിഥികളോടും ഒരേപോലെ പെരുമാറുന്ന നമ്മുടെ CM. ഇത് നോക്കിയേ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാ അതിഥികളോടും ഒരേപോലെ പെരുമാറുന്ന CM. ഇങ്ങനത്തെ ഒരു വാക്ക് പ്രളയകാലത്ത് വല്ല ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നെങ്കിൽ പിണറായി വിജയന് കിട്ടുമായിരുന്നില്ലേ? കിട്ടൂലടോ അല്ലേ? അതേ സമയം ഒരു കാര്യമില്ലാതെ ചളിയിലും ഇതിലൊക്കെ നടന്ന് ഈ ദുരിതം പിടിച്ച് നടക്കുന്ന പാവങ്ങളുടെ വർത്തമാനം കേട്ട് എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ചോക്കി, എന്തൊരു മെനക്കെടാന്ന് ആലോചിച്ചോക്കി. അതാ പറയുന്നേ, VD സതീശ മേനോൻ ഒരു നല്ല മോഡലാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇതൊക്കെ ഭയങ്കര മോശം വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുമ്മാ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സേവ് ചെയ്തു വെച്ചു. ഇപ്പോഴിതാ ഇങ്ങനെയും പറയുന്നു. ഇത് നോക്കിയേ, ഇതല്ല കേട്ടോ, വേണ്ട. എവിടെ ഇതാ. പ്രളയ മുന്നറിയിപ്പിലും രക്ഷാപ്രവർത്തനത്തിലും വീഴ്ചകൾ ഏറെയാണ്. തകർന്ന വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും നന്നാക്കാൻ ഇനിയും കാര്യമായ സഹായമില്ല. സർക്കാർ സംവിധാനം ഫലപ്രദമല്ലെന്ന പരാതി വ്യാപകമാണ്. റവന്യൂ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്ന അബിൻ വർക്കി MLA-യും സന്നദ്ധ സംഘടനകളുടെ സഹായം അഭ്യർത്ഥിച്ച പഴകുളം മധു MLA-യും രംഗത്ത് വന്നു. കൃഷ്ണമോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കൃഷ്ണമോഹൻ, റാന്നി മേഖലയിലാണ് ഈ പഴകുളം മധു എന്ന് പറയുന്ന ആള് ഭയങ്കര തമാശയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് 2018 പ്രളയം ഉണ്ടായ സമയത്ത് അത് മനുഷ്യനിർമ്മിത പ്രളയാന്നൊക്കെ പറഞ്ഞ് അത് 3-4-5 ദിവസം നീണ്ടു നിൽക്കുന്ന മഴ കൊണ്ടാണ് പ്രളയം ഉണ്ടായത്. അതൊരു മനുഷ്യനിർമ്മിത മഴ പ്രളയാന്നൊക്കെ പറഞ്ഞിട്ട്
പട്ടിണി കിടക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്ത ഒരാളാണ്, കോൺഗ്രസ് നേതാവാണ്. ഇപ്പൊ ഒറ്റ രാത്രിക്കത്തെ മഴ കൊണ്ട് ആ റാന്നി മുഴുവൻ അങ്ങോട്ട് മുങ്ങി. ഏത് ഡാം പിണറായി വിജയൻ എവിടെ പോയിട്ടാണ് തുറന്നിട്ട്? പഴകുളം മധുര ഇപ്പൊ എന്ത് പറയണ്ട് എന്നൊന്നും ആരും ചോദിക്കരുതേ. ചരിത്രത്തിൽ അങ്ങനത്തെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കും. അതൊന്നും ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ല. ഇനിയിപ്പോ പറയുന്നു, എന്താ പറയാ, ഏറ്റവും ഒരു പക്ഷെ നമുക്ക് സങ്കടം തോന്നുന്നൊരു കാഴ്ച കൂടി ഇതാ സങ്കടം തോന്നുന്ന കാഴ്ച തന്നെയല്ലേ ഇത്? കണ്ടില്ലേ? സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 8 മരണം, 2 പേരെ കാണാതായി. 3 കുട്ടികൾ ഉൾപ്പെടെ 8 മരണം സംഭവിച്ചിരിക്കും, 2 പേരെ കാണാനില്ല. ഈ സമയത്തും നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നടക്കുവാണോ എന്നൊന്നും ആരും ചോദിക്കരുത്. ഞാൻ കൃത്യമായിട്ട് പറയാണ്, ആ ചോദ്യം നിരോധിച്ചിരിക്കുന്നു. പ്ലീസ് ചോദിക്കരുത്. ആ ചോദ്യത്തിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ലൈംലൈറ്റ്, ഞാൻ മുന്നേ തന്നെ പറഞ്ഞു, ഇതാണ് വേണ്ടത്. അല്ലാതെ ഇതിപ്പോ ആരട്ടിക്കണ ഇത് കണ്ട നീലക്കുയിൽ നിന്ന് കിട്ടിയൊരു ഫോട്ടോയാണ്, നീലക്കുയിലിന്റെ ഫോട്ടോ. അങ്ങനെ നീലക്കുയിലും പച്ചക്കുയിലൊക്കെ. പക്ഷെ അതിനിടയ്ക്ക് ഇതാ അബിൻ വർക്കി പ്രശ്നം ഉണ്ടാക്കുന്നു. എന്റെ പൊന്ന അബിൻ വർക്കി സാർ, താങ്കൾ ഈ കോൺഗ്രസ് തന്നെയല്ലേ ഉള്ള ഒരാളല്ലേ? താങ്കൾ ഇങ്ങനെ ദുരിതപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കാവോ? ഇങ്ങനൊക്കെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാവോ? നോക്കി, ഇതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ്? വെള്ളപ്പൊക്കം, ആറന്മുളയിലേക്ക് കൂടുതൽ സഹായം വേണം, റവന്യൂ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണം. ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അല്ല, പാടുണ്ടോ? കോൺഗ്രസ് തന്നെയുള്ള നിങ്ങൾ അവരെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയൊന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയ. ഇപ്പൊ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, റവന്യൂ വകുപ്പ് പറയുന്നത് അത് ഞങ്ങളെ പരിപാടിയല്ല, ഇലക്ട്രിസിറ്റിക്കാർ പറഞ്ഞത് ഞങ്ങളെ പരിപാടിയല്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കൂടി പറയും, പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ വകുപ്പും ഇങ്ങനെയായിരുന്നു, ചക്കരയും ഈച്ചയും പോലെയായിരുന്നു എല്ലാ വകുപ്പും, എന്നിട്ട് ഒരു പ്രശ്നമില്ലാതെ ഏകോപിച്ചിട്ട് അല്ലേ, ഭയങ്കര ഏകോപനമായിരുന്നു. പ്രവർത്തനം നടക്കുന്നു, ക്യാമ്പിലേക്ക് ഭക്ഷണം എത്തുന്നു, വസ്ത്രം എത്തുന്നു, മരുന്നെത്തുന്നു, കട്ടിലെത്തുന്നു, കിടക്കപ്പായ എത്തുന്നു. എന്തൊരു രസമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. വലിയ രസമൊന്നുമില്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനല്ലൊരു നല്ല ബിരിയാണി തിന്നാൻ നോക്കുക എന്നല്ലാതെ വേറെ എന്തുള്ളത്? ഞാനതേ പറയുള്ളൂ, ബിരിയാണി തിന്നാൻ നോക്കുക. എന്നിട്ട് ഒരു കാര്യമില്ല അത് കുറ്റം പറയുന്നേ. മരണമൊക്കെ സംഭവിക്കും, സ്വാഭാവികമല്ലേ. ഇനിയിപ്പോൾ അതാ പറയുക, എന്താപ്പ ചെയ്യുക, മരിച്ചു എന്താപ്പ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ മുഖത്ത് പോയിട്ട് ചിലപ്പോൾ ചിരിച്ചാണ് പോയി എന്നൊക്കെ വരും ചില നേതാക്കന്മാർ. അതിലൊന്നും നിങ്ങൾ ഒന്നും കരുതരുത്, നിങ്ങൾ അതിലൊന്നും കേട്ടോ. എനിക്ക് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഒരൊറ്റ സംഗതി മാത്രമാണ്. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൂ. നിങ്ങളത് കേട്ടിട്ടൊന്നും മിണ്ടാതിരിക്കണം. എന്നെ പലരും തെറി പറയുന്നുണ്ട്, പച്ച തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം തെറിയാണോ ചേട്ടാ? ഞാൻ വല്ല തെറിയാണോ പറഞ്ഞ? ഉള്ള കാര്യമില്ല പറയുന്നുള്ളൂ, അല്ലയോ? ഞാനൊരു കഥ പറയുന്നു, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തിനാ നിങ്ങൾ ചൊറിയുന്നേ? എന്താ, എനിക്ക് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ പറയുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ 2018 ചെയ്ത കാര്യങ്ങളൊന്നും ശരിയല്ല. ആ സമയത്ത് 2 ബിരിയാണി തിന്നാൻ പോകാതിൽ ചരിത്രം എടുക്കുന്നതായിരുന്നു. ഒരു ഉദ്ഘാടനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലൈംലൈറ്റിൽ നീലക്കുയിൽ പച്ചക്കുയിലൊക്കെ വീഡിയോസിൽ അവിടെ എടുക്കുമായിരുന്നു, ഇല്ലയോ? നല്ല ചിരിയും ഇതൊക്കെ രസമായിട്ട്. എന്ത് രസമാവൂലേ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനമൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അടിപൊളി പരിപാടിയല്ലേ അല്ലേ? നമ്മുടെ മുഖം മാത്രം പല രീതിയിൽ ചിരിക്കുന്നു. സാധാരണക്കാരെ പോലെ വെള്ളം കുടിക്കുന്ന പിണറായി വിജയൻ, സാധാരണക്കാരെ പോലെ കസേരയിലിരിക്കുന്ന പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വരുമായിരുന്നു. ഒരു അവസരമല്ലേ കളഞ്ഞു വിളിച്ചേ. എന്തായാലും ഇത് കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് കേട്ടോക്കി. മുഖ്യമന്ത്രിയെ പറ്റി എന്താണ്? മുഖ്യമന്ത്രിയെ പറ്റി ഞാൻ പറഞ്ഞാൽ അധികമായി പോവുള്ളൂ. അതായത് ആർക്കും നേരിട്ട് കാണാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന, ചിരിക്കുന്ന, സൗമ്യനായ, നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി. 10 കൊല്ലമായിട്ട് നമ്മൾ അനുഭവിച്ചൊരു മുഖ്യമന്ത്രി അല്ലല്ലോ അദ്ദേഹം. പിന്നെ ഹിയസ് വിഷൻ, മൂപ്പർക്ക് വിഷൻ ഉണ്ട്, സ്വപ്നങ്ങളുണ്ട്. വെറുതെ ഭരിക്കുന്നവരെ അറ്റാക്ക് ചെയ്തിട്ട് എന്നും ആ സ്വപ്നങ്ങളിൽ ഒന്നാണ് ബിരിയാണി തീറ്റ എന്ന് പറഞ്ഞു പോയത്. ഞാൻ പറഞ്ഞുതരാം. അത് സൂത്ര ഒന്ന് സബ് ചെയ്ത് ഒപ്പം ഉണ്ടാവണേ. ബൈ.